ഹായ് ഫ്രണ്ട്സ്, ഡ്രീം ഗാർഡനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ച് ചെയ്യുന്ന ഒരു ഗാർഡനിങ് ഐഡിയ ആണ്. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു സ്ക്വയർ ഷേപ്പുള്ള ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്. പിന്നെ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ 4 മരുന്ന് കുപ്പികളാണ്. മരുന്ന് കുപ്പികളൊക്കെ എന്തായാലും എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാകുമല്ലോ. ഈ ബോക്സ് ദീപാവലി സ്വീറ്റ്സിൻ്റെ ബോക്സാണ്. നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ സ്ക്വയർ ഷേപ്പിലുള്ള ബോക്സ് ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതിയേ. ഇനി നമുക്ക് ഈ ബോക്സിൻ്റെ മുകളിലോട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അടപ്പ് ഉപയോഗിച്ച്. അടപ്പിൻ്റെ അളവിൽ വേണം നമ്മൾ ഹോൾസ് ഇട്ട് കൊടുക്കാൻ. ഇതുപോലെ 4 റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതുപോലെ വേണം കട്ട് ചെയ്തെടുക്കാൻ. നിങ്ങൾക്ക് ഇതുപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള ഗാർഡൻ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇനി നമുക്ക് ഈ കുപ്പിയുടെ ഉള്ളിലോട്ട് മണൽ നിറച്ച് കൊടുക്കാം. മണലോ മണ്ണോ എന്ത് വേണമെങ്കിലും നിറച്ച് കൊടുക്കാവേ. ഞാനിവിടെ കൽപ്പൊടിയാണ് നിറച്ച് കൊടുത്തിട്ടുള്ളത്. എല്ലാ കുപ്പികളിലും ഇതുപോലെ നമ്മൾ നിറച്ച് കൊടുക്കണേ. ബോട്ടിലിന് വെയിറ്റ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ശേഷം നമുക്ക് ഈ ഹോൾസിൽ കൂടി ബോട്ടിൽ കയറ്റി അടപ്പ് കൊണ്ട് അടച്ചു കൊടുക്കാം. ബാക്കിയുള്ള ബോട്ടിലുകളും ഇതുപോലെ തന്നെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് മണ്ണ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ പോകുന്നത് സ്പൈഡർ പ്ലാന്റ് ആണ്. സ്പൈഡർ പ്ലാന്റ് ആകുമ്പോൾ നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബോട്ടിലിൽ കളറൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കാം. ഞാനിവിടെ 0 കോസ്റ്റിൽ ചെയ്യാമെന്നുള്ള രീതിക്കാണ് പെയിൻ്റ് ഒന്നും ചെയ്യാത്തത്. ഇനി നമുക്ക് ഇതിലോട്ട് പോട്ടിംഗ് മിക്സ് നിറച്ച് കൊടുക്കണം. ഞാൻ മണ്ണും കരിയില കമ്പോസ്റ്റുമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലോട്ട് സ്പൈഡർ പ്ലാന്റ് വെച്ച് കൊടുക്കാം. നിങ്ങൾ സ്പൈഡർ പ്ലാന്റിന് കൊടുക്കുന്ന പോട്ടിംഗ് മിക്സ് കമൻറ്റ് ചെയ്യണേ. ഇതുപോലെ ചെറിയ ചെറിയ കുഞ്ഞി തൈകളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കാവേ. ചെറിയ തൈകൾ മതി. സ്പൈഡർ പ്ലാന്റ് പെട്ടെന്ന് തന്നെ കിളുക്കുവേ. ഈ വീഡിയോയുടെ സൈഡിൽ കാണുന്ന സ്പൈഡർ പ്ലാന്റ് ഇതിൻ്റെ മദർ പ്ലാന്റ് ആണ്. ഇതുപോലെ ഒരു ചെറിയ തണ്ടാണ് ഞാൻ അങ്ങനെ കൊണ്ടുവച്ചതാണ്. ഇപ്പോൾ വലിയ സ്പൈഡർ പ്ലാന്റ് ആയത്. അതുകൊണ്ട് തന്നെ വലിയ തൈകൾ വേണമെന്നില്ല. ചെറിയ ചെറിയ തൈകൾ വെച്ച് കൊടുത്താലും സ്പൈഡർ പ്ലാന്റ് എളുപ്പത്തിൽ വളർന്നു കിട്ടുവേ. നല്ല ഭംഗിയായില്ലേ ഈ സ്പൈഡർ പ്ലാന്റ് ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നത് കാണാൻ. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മുഴുവൻ തൈകളും ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ബോക്സ് നിറച്ചും സെറ്റ് ചെയ്യണമെന്നില്ല, കാരണം അത് ബുഷിയായിട്ട് പിന്നെ കിളിർത്ത് വന്നോളുവേ. ഇതിൽ ഏത് പ്ലാന്റ് വേണമെങ്കിലും ഇങ്ങനെ ചെയ്തിട്ട് സെറ്റ് ചെയ്യാം. സ്പൈഡർ പ്ലാന്റ് ആകുമ്പോൾ കൂടുതൽ ഭംഗിയാകും എന്നോർത്താണ് ഞാൻ ഇതിനുള്ളിൽ സ്പൈഡർ പ്ലാന്റ് സെറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ 10 മണിച്ചെടിയോ വാണ്ടറിങ് ജൂ ചെടിയോ എന്ത് വേണമെങ്കിലും സെറ്റ് ചെയ്യാവേ. വാണ്ടറിങ് ജൂ ചെടിയൊക്കെ നല്ല ബുഷിയായി നിർത്തിയാൽ കൂടുതൽ ഭംഗിയായിരിക്കും. ഇത് കണ്ടില്ലേ, ഇത് ഞാനിവിടെ നട്ടു കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ഇതുപോലെ ബോക്സ് നിറച്ച് മണ്ണ് നിറച്ച് വെച്ചേക്കുന്നത് കാണാൻ. പെയിൻ്റൊക്കെ കൊടുത്താൽ കൂടുതൽ ഭംഗിയായിരിക്കുവേ. നിങ്ങൾക്ക് ഇതുപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള ഗാർഡൻ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഒപ്പം ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും നമുക്ക് നല്ല ഒരു വീഡിയോയുമായി കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.